ഹലോ, നമ്മളിന്ന് ശ്രീലങ്കയിലെ സെക്കൻഡ് ഡേ കുമാന നാഷണൽ പാർക്കിലേക്കുള്ള വൈൽഡ് ലൈഫ് സഫാരിയാണ്. നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഒരു പ്രൈവറ്റായിട്ടുള്ളൊരു ജീപ്പ് എടുത്തു. നമുക്ക് ഒരു 1.5 hour ട്രാവൽ ഉണ്ടായിരുന്നു നമ്മുടെ കുമാന നാഷണൽ പാർക്കിലേക്ക് അരുഗമ്പയിൽ നിന്ന്. അപ്പോൾ നമ്മളൊരു 2 o'clock ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് എന്താ പറയുക, ഒരു വൈൽഡ് ലൈഫ് സഫാരി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും 1 ടൈമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം നമ്മുടെ സൂവിൽ പോകുന്ന പോലെ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ കാണുന്നൊരു അനിമൽസ് അല്ലാതെ എന്താ പറയുക, അവരുടെ സ്വന്തം ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അവർ നടക്കുന്ന സ്ഥലത്ത് നമ്മളൊരു വിസിറ്ററായിട്ട് മാത്രം കയറി ചെല്ലുന്നത് ഒരു വളരെ അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവരുടെ സ്വാഭാവികമായിട്ടുള്ളൊരു ഹാബിറ്റാറ്റിൽ അവരെങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ അവർ ജീവിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും. നമുക്കിപ്പോൾ റാൻഡമായിട്ടൊരു ആനയൊക്കെ നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും. റോഡ് സൈഡിലൊക്കെ ഒരു ആനയുടെ ഗ്രൂപ്പൊക്കെ നിൽക്കുന്നത് കാണും. ചിലപ്പോൾ ഒരു ഒറ്റയാന കാണും. പിന്നെ പല ടൈപ്പ് മാനുകളുണ്ടായിരുന്നു. കൃഷ്ണമാനുണ്ടായിരുന്നു, പിന്നെ മ്ലാവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി നമുക്ക് പിന്നെ എന്താ പറയുക, ഈ ക്രോക്കഡൈലൊക്കെ ചുമ്മാ ഇങ്ങനെ കിടക്കുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ ഒരു കൂട്ടം ബട്ടർഫ്ലൈസൊക്കെ നമ്മൾ പാർക്ക് എത്തുന്നതിനേക്കാളും മുന്നേ ഉള്ള വീഡിയോസാണ് ഇത്ര നേരം കണ്ടത്. അപ്പോൾ പാർക്കിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും ഓർത്ത് നോക്കും. പിന്നെ ഈ ഒരു ആകാശത്തിൻ്റെയും ഈ ഒരു പച്ച കളറിലുള്ള ഒരു ഭൂമിയുടെയൊക്കെ ഒരു കളർ കോമ്പിനേഷൻ തന്നെ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവായിരുന്നു. എന്താ പറയുക, ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആണ് നമുക്ക് ഈ ഒരു വൈൽഡ് ലൈഫ് സഫാരി ഉണ്ടാകുന്നത്. കാര്യം ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെയുള്ള റോഡാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു നേച്ചറിൻ്റെ ആ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യമേ അല്ല. നമുക്ക് നല്ലൊരു എൻജോയ്മെൻറ്റും റിഫ്രഷിങ്ങുമാണ് നമുക്ക് ആ ഒരു ഫുള്ള് വൈൽഡ് ലൈഫ് സഫാരിക്ക് കിട്ടിയത്. നമ്മൾ തിരിച്ചൊരു 7-8 മണിക്കൊക്കെ നമ്മൾ തിരിച്ചെത്തിയത്. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളുടെ ആ ഒരു എൻട്രൻസിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആയിരുന്നു. നമുക്ക് ലെപ്പേർഡിനെ മാത്രം കണ്ടില്ല, ബാക്കിയെല്ലാം അനിമൽസിന് കാണാൻ പറ്റി. അതുപോലെ നമുക്ക് റോഡ് സൈഡിലൊക്കെ ഇതിപ്പോൾ നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെ നമുക്കൊരു ടിക്കറ്റ് എടുക്കണമായിരുന്നു. അതിനെ നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആയിട്ട്, നമുക്ക് ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ നിർത്തില്ലല്ലോ, അപ്പോൾ നമ്മൾ റിഫ്രഷിംഗ് ആയിട്ട് ചെറിയ വാഷ്റൂമിലൊക്കെ പോകാനായിട്ട് പോയപ്പോൾ അവിടെ ഫുള്ള് കുരങ്ങന്മാർ. അപ്പോൾ നമ്മളോട് നേരത്തെ ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാഗേജൊന്നും വണ്ടിയിൽ വെച്ചിട്ട് പോകരുത്, കാരണം ഈ കുരങ്ങന്മാർ വന്ന് എല്ലാം എടുത്തുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ബാഗേജൊക്കെ കയ്യിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിയാണ്, അവിടെ നിറച്ച് കുരങ്ങന്മാരുള്ളത്. ഫാമിലി ആയിട്ടുള്ള കുരങ്ങന്മാരൊക്കെ ഉണ്ട് കുറേ. നന്നായിട്ട് എൻജോയ് ചെയ്തു. എമ്മുന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കുരങ്ങന്മാരൊക്കെ കണ്ടിട്ട്. അതിന് അമ്മയും കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കളികളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. നിങ്ങൾ വീഡിയോ കാണും, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് നിങ്ങളെയും കൂടി ഷെയർ ചെയ്യുന്നത് നമുക്ക് സന്തോഷം. അപ്പോൾ ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം ഒരാൾ എങ്കിലും ഇത് കണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു എന്താ പറയുക, അവരും നമ്മളോട് താങ്ക് യു പറയും. നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും കാണാൻ അവസരം ഉണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത് വൈൽഡ് ലൈഫ് സഫാരി. നമ്മൾ അവിടെ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. കുമാന നാഷണൽ പാർക്കിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ജസ്റ്റ് എൻട്രി ആയിട്ടുള്ളൂ. എൻട്രി തന്നെ ഒരു നല്ലൊരു പുഴ പോലത്തെ ഒരു ഇത് ഒഴുകുന്നുണ്ട്. നല്ല രസമായിരുന്നു, നല്ലൊരു വ്യൂ ആയിരുന്നത്. അതിൽ കൂടെ തന്നെ നമുക്ക് കുറേ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബേർഡ്സിനെ കാണാൻ പറ്റും. കുറേ ഈഗിളിൻ്റെ വെറൈറ്റീസ് കുറേ കണ്ടായിരുന്നു നമ്മൾ. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ക്രോക്കഡൈൽസിനെ കാണാൻ പറ്റും. അവിടെ ഇവിടെയൊക്കെ മുതലകളൊക്കെ ഇങ്ങനെ കുറേയൊക്കെ വാ തുറന്നും വാ അടച്ചൊക്കെ കിടക്കുന്നുണ്ടാവും. പിന്നെ എൻട്രി ആവുന്നതാണ് നമ്മുടെ നാഷണൽ പാർക്കിലേക്ക്. പിന്നെ ഇങ്ങനെ അടിപൊളി വ്യൂ ആയിരുന്നു, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. എന്താ പറയുക, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഈ വ്യൂ ഒക്കെ. എന്തായാലും നിങ്ങളെല്ലാവരും കാണുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും എൻജോയ് ചെയ്യും. എല്ലാവരും മുഴുവനായിട്ട് കാണണേ. കുറേ വെറൈറ്റീസ് അനിമൽസിനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് വൈൽഡ് ലൈഫ് സഫാരി. അപ്പോൾ എൻജോയ് ചെയ്യാം കേട്ടോ. The tree and the color of the eagle looks like same. Oak eagle. Okay. Good. നിങ്ങളുടെ ഫോണിൽ ദൂരെ ഡിസ്റ്റൻസ്
ക്ലാരിറ്റി വേറെ ഇതുള്ളതുകൊണ്ട്. ഈ മറ്റേ പ്രോയിനകത്ത് കിട്ടുന്ന നല്ല വ്യൂ ഫോട്ടോസ് കിട്ടുന്ന. ഓക്കേ കണ്ടമ്മോ നല്ല രസമില്ലേ? ഫോട്ടോ അല്ല വീഡിയോ. സഫാരി ഇവിടെ വാ, ഇവിടെ വാ. ഇത് വഴി വാ. പീക്കോക്ക് ഈഗിൾ അവിടെ പോയിരിക്കും. ഇവിടെ വന്ന് നോക്ക്, ഇവിടെ വന്ന് നോക്ക്. ഇതുവഴി നോക്ക്. ഈഗിള് അത് വഴി തന്നെ ഇരിക്കണ കണ്ട. ഈഗിൾ ഇതാണ് എന്ത്? ഈഗിൾ. ഒന്നും ചെയ്യൂല. Going to jungle and it's a really nice journey. I'll see serpent, eagle, deer, this wild rabbit, and again a big kind of deer. I don't know what it means. It's brown in color. Here we saw a lot of butterflies, a cluster of butterflies we saw, and we are searching for other things. And it's nice to travel. Safari is really nice, interesting. It's very excited for what we're gonna see next. നല്ല രസമുണ്ടോ? എന്നാ തോന്നണേ കൊച്ചിനെ? പറ, എന്തിനൊക്കെ കണ്ടു? പറ, എന്തിനൊക്കെ കണ്ടു എന്ന് പറയാമോ? ഞാൻ വല്ല കാട്ടൂടും കണ്ടു വല്ലയിടത്തും കിടക്കൂലായിരുന്നു. ജംഗിൾ. ഇതാണ് ജംഗിൾ. ജംഗിൾ ഇതാണ് ജംഗിൾ. ജംഗിൾ എവിടെ? ജംഗിൾ ബ്യൂട്ടിഫുൾ. ഇവിടെ ഇറങ്ങാൻ പറ്റുമോ നമുക്ക്? നിങ്ങളുടെ ഫോൺ തരുമോ? ചിലപ്പോ ഇവിടെ വന്ന് ഓടി വന്ന് എന്ത് ചെയ്യുന്നു കേട്ടാ?
എന്തിനാ